കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാവണം. പൗലോസ് പറഞ്ഞത് റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് ശക്തമായൊരു പ്രബോധനമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ താൻ ഉദ്ബോധിപ്പിക്കുകയാണ്, ആത്മാവിൽ ശക്തീകരിക്കുകയാണ്. താൻ ആമത്തിലാണ് കിടക്കുന്നത്, ബന്ധനമുണ്ട്, പക്ഷേ അതൊന്നും തന്നെ തകർക്കില്ല. എപ്പോഴും സന്തോഷിക്കാൻ കഴിയണം എന്ന് പറയാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ അകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കണം. നമ്മൾ ചെറിയ വിഷയം വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നും ക്ഷീണിച്ചും പ്രാർത്ഥനയും ആരാധനയും മുടക്കുകയും സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇവിടെ ഭക്തൻ പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയും. അഭിഷേകമുള്ളവനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ആത്മശക്തി ഉള്ളവനെ അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ കണ്ട, പ്രതിസന്ധികളെ കണ്ട പുറകോട്ട് പോകാതെ വിളിച്ചു പറയണം, ഞാനിതിനെ ചാടിക്കടക്കും, ഞാനിതിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. കാരണം ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് എന്തു വന്നാലും, പർവ്വതങ്ങൾ കുലുങ്ങട്ട, അത് സമുദ്രമൊത്ത വീഴട്ട, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ട, ഞാൻ ഭയപ്പെടത്തില്ല. 27 സംഘത്തിൽ ദാവീദ് അത് തന്നെയാണ് പറയുന്നത്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം യഹോവ എൻ്റെ വെളിച്ചാണ്, എൻ്റെ രക്ഷയാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ്, എൻ്റെ കൊമ്പാണ്, എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണെന്ന് മറ്റിടത്തും പറയുന്നു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ളവർ സഹോദരങ്ങളെ, ഇപ്പോഴത്തെ വിഷയം കണ്ടിട്ട് ഭ്രമിച്ചു പോകരുത്. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകൾ ദൈവം വിടുവിച്ച വിധം, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, നിൻ്റെ അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ പണ്ടത്തെ അത്ഭുതങ്ങൾ, ദൈവം നൽകിയ വിടുതലുകൾ, പിടിച്ചു നിർത്തിയത്, സാധ്യങ്ങളെ സാധ്യമാക്കിയത്, മുൻപോട്ട് പോകാൻ പറഞ്ഞത്, ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിൻ്റെ ദൈവമാണ്. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാണ്. ജയിച്ചവനല്ലേ. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. ഇന്ന് നമുക്ക് പറയാൻ കഴിയുമോ, എൻ്റെ കർത്താവ് ജയിച്ചവനാണ്, അവിടുത്തെ പക്കൽ എല്ലാത്തിൻ്റെയും താക്കോലുണ്ട്, അടയ്ക്കാനും തുറക്കാനും ജീവിപ്പിക്കാനും കഴിവുള്ളവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടത്തില്ല, ഭാരപ്പെടത്തില്ല, ധൈര്യത്തോടെ ഞങ്ങൾ മുൻപോട്ട് പോകുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ ഇന്ന് തയ്യാറാകൂ. നമ്മുടെ ദൈവം ജീവിക്കുന്നു. റോമൻ ഗവൺമെൻറ് സകല സംവിധാനം ഒരുക്കി പുറത്തുവിടത്തില്ലെന്ന് വാദിച്ച് ശക്തരായ കാവൽ നിരയെ വിന്യസിച്ച് മുദ്ര വെച്ച് കല്ല് വെച്ച് ഉയർപ്പിനെ തടയാൻ നോക്കിയെങ്കിൽ വിളിച്ചു പറയുന്നു, 3-ാം ദിവസം സകല സംവിധാനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, മരണമേ പാതാളമേ റോമ ഗവൺമെൻറ് നിങ്ങളുടെ കാവൽ നിര എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കല്ലറകളെ പൊട്ടിച്ചെൻ്റെ യേശു പുനരുത്ഥാനം ചെയ്തെങ്കിൽ
ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, തടസ്സങ്ങളെ നോക്കരുത്. അഭിഷേകമുള്ളവൻ സകലത്തെയും പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരും. അവനെ ബന്ധിക്കുവാൻ ഒരു കല്ലിനോ ഒരു കല്ലറയ്ക്കോ ഒരു മുദ്രയ്ക്കോ ഒരു ഗവൺമെൻറ്റിനോ ഒരു സ്വാധീനത്തിനോ ഒരു അധികാരത്തിനോ നിയമത്തിനോ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ഈ ദൂത ഏറ്റെടുക്കണം. വളരെ സുപരിതമായൊരു വാക്യം. യെശയ്യാപ്രവചനം 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുവാനിടയാക്കിയത്. ഇവിടെ ശ്രദ്ധിച്ച് വായിക്കൂ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുകിപ്പോകാത്ത ഒരു കരം ഉള്ളവനാണ് നമ്മുടെ ദൈവം. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. കാരണം മോശ ഒരു ചോദ്യം ചോദിച്ചു. സംഖ്യാപുസ്തകം 11:21 മുതൽ 23 വരെ ചോദ്യം പ്രസക്തമാണ്. 1 മാസത്തേക്ക് ദൈവം പറഞ്ഞു, ഇവർക്ക് ഞാൻ മാംസം കൊടുക്കും. മോശയുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. മോശ നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, എത്രയധികം മീനുകളെ പിടിച്ചുകൂട്ടിയാൽ, മത്സ്യത്തെ പിടിച്ചുകൂട്ടിയാൽ അതിന് സംഭവിക്കും? അടുത്ത ചോദ്യം മോശ ചോദിച്ചത്, എത്ര മാടുകളെ ഇവർക്ക് വേണ്ടി അറക്കേണ്ടി വരും? ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, അസാധ്യങ്ങൾ മുമ്പിലുണ്ട്. മോശയുടെ മുമ്പിലും ലക്ഷക്കണക്കിന് അസാധ്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇതിന് മറുപടി പറയാൻ സ്വർഗം എന്താണ് ചെയ്തത്? സ്വർഗം തിരിച്ചു മോശയുടെ ഒരു ചോദ്യം 23-ാം വാക്യത്തിൽ 11:23, മോശേ, നീ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് തിരിച്ചൊരു ചോദ്യമാണ്. എൻ്റെ കരം കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ പകലാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ 100 ചോദ്യങ്ങൾ, 100 വിഷയങ്ങൾ, അതിൻ്റെ നടുവിൽ തമ്പുരാൻ വിളിച്ചു പറയുന്നു, എൻ്റെ കരം കുറുതായി പോയിട്ടുണ്ടോ? ഇരമ്യാവ് ചോദിച്ച ചോദ്യം ഇതാണ്. നഗരം കൽദയരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ആധാരം മേടിച്ച് മുദ്രയിടുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? ദൈവം തിരിച്ചൊരു ചോദ്യം, ഇരമ്യാവേ, നീ ചോദിച്ചത് അസാധ്യമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? തിരിച്ച് ദൈവത്തിൻ്റെ ഒരു ചോദ്യം ഇരമ്യാവിനോട്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യെശയ്യാപ്രവചനം 14:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നതാര്? അപ്പം നീട്ടുന്ന ഭുജമാണ്. കുറുതായിപ്പോയ ബലഹീനമായ കഴിവില്ലാത്ത ശക്തി ചോർന്ന ഒരു കരമല്ല നമ്മുടെ ദൈവത്തിൻ്റെ കരമെന്ന് ഇന്ന് പകലൊന്ന് ചിന്തിക്കുമെങ്കിൽ ധൈര്യത്തോടെ പറ, യെസ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിപ്പോയിട്ടില്ല. കേൾക്കുവാൻ കഴിയാതെ വണ്ണം അടഞ്ഞുപോയൊരു ചെവിയല്ല നമ്മുടെ ദൈവത്തിൻ്റെത്. മന്ദമായ ചെവിയല്ല, ശ്രവണശേഷിയില്ലാത്തൊരു ചെവിയല്ല. നമുക്ക് മനുഷ്യമായി കേൾവിക്കൽപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിൻ എടുക്കും മറ്റൊരാൾ പറയുന്നത് കേൾക്കണമെങ്കിൽ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ തകർന്നിരിക്കുന്ന, വിതുമ്പുന്ന, ദീർഘമായി ശ്വാസം വിടുന്നതിൻ്റെ അർത്ഥം പോലും മുകളിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ പ്രിയരെ, അവിടുത്തെ ചെവി മന്ദമായിട്ടില്ലെന്ന് ഇന്ന് പകലൊന്ന് പറയാൻ, വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. മറ്റാരും ചിലപ്പോൾ നമ്മുടെ വേദന കേട്ട് കാണില്ല, നമ്മൾ കരഞ്ഞത് കണ്ടു കാണില്ല, അറിഞ്ഞു കാണില്ല. പക്ഷേ അത് കേൾക്കുന്നവനുണ്ട്, മറുപടി പറയുന്നവനുണ്ട്, എഴുന്നേറ്റ് വരുന്നവനുണ്ട്. നോക്കൂ, മിസ്രൈമിൽ ഒറ്റപ്പെട്ടു പോയ ജനം, വേദനിക്കപ്പെട്ട ജനം, തകർന്ന് തരിപ്പണമായി പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ തമ്പുരാൻ പറഞ്ഞൊരു പ്രസ്താവന, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു. കണ്ടോ,
കേട്ടു. നിലവിളിക്കുന്നവൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ഭർത്തിമായി എന്ന് പറഞ്ഞ കുരുടനായ മനുഷ്യൻ യേശു അതിലെ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് താൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. ആളുകൾ തിക്കി നിൽക്കുകയാണ്. ഒത്തിരി ആളുകളുടെ ശബ്ദങ്ങൾ, ആരവാരവങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും ഒറ്റയ്ക്ക് നിന്ന് വിളിക്കുന്നവന് വേണ്ടി യേശു നിന്നു. ഇന്ന് പകൽ കേൾക്കാതിരിക്കുന്നവനെ അല്ല നമ്മൾ സേവിക്കുന്നത്, കാണാതിരിക്കുന്നവനെ അല്ല, രക്ഷിപ്പാൻ കഴിയാത്തവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളുടെ വിഷയം എത്ര സങ്കീർണമാകട്ടെ, ആർക്കും അറിയാൻ പറ്റാത്തതാണ്, മറ്റാരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ വേദനകൾ അറിഞ്ഞ്, നിങ്ങളുടെ സങ്കടം അറിഞ്ഞ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ നൊമ്പരം മറ്റാരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഷെയർ ചെയ്താലും കാര്യമില്ല. പക്ഷേ അതിനെ കണ്ടിട്ട് വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ ഇന്ന് പകലക്കാരം ഒന്ന് ടച്ച് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. പിന്നെന്താണ് തടസ്സം? നമ്മുടെ അകൃത്യങ്ങൾ, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, കൃത്യമായി പ്രാർത്ഥിക്കണം, കൃത്യമായി വചനം ധ്യാനിക്കണം, കൃത്യമായി ദൈവമായി ബന്ധം പുലർത്തണം, ദൈവത്തോട് നമ്മുടെ അകൃത്യങ്ങളത്രേ ദൈവത്തെയും നമ്മെയും തമ്മിൽ ഭിന്നിപ്പിച്ച്. അപ്പോൾ ദൈവപ്രവൃത്തി വരാതിരിക്കാൻ നമ്മുടെ അവിശ്വാസമാണെങ്കിൽ, നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഉഴപ്പുകയാണെങ്കിൽ, ഇന്ന് പകലൊന്ന് മടങ്ങി വന്നിട്ട് പറ, കർത്താവ് ഞാൻ കൃത്യമായി പ്രാർത്ഥനയിലൊരു കൃത്യത, ആരാധനയിലൊരു കൃത്യത, ഒരു പൂർണ്ണത എനിക്ക് വേണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൃത്യത എനിക്ക് വേണം. പലയിടത്തും അത് മുറിഞ്ഞു പോയിട്ടുണ്ട്, ഡൗണായി പോയിട്ടുണ്ട്, എന്നെക്കൊണ്ടത് കഴിഞ്ഞിട്ടില്ല. ഞാൻ മടങ്ങി വരുന്നു. തീരുമാനമെടുക്കൂ. ദൈവത്തിൻ്റെ കരം നിങ്ങളെ ടച്ച് ചെയ്യുക, നിങ്ങളുടെ തലമുറകളെ ടച്ച് ചെയ്യുക, ആ ചെവി നിങ്ങൾക്ക് വേണ്ടി ചായ്ക്കുക. അതുകൊണ്ടാണ് ദാവീദ് 40 യഹോവേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. എന്ന് വെച്ചാൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് എന്ന് വിവരങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ചെവി ചായ്ച്ച് കേൾക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ചെവി ചായ്ക്കുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, നമ്മളെ വഹിക്കുന്നവനാണ്. പതുക്കെ നടത്തേണ്ടതിനെ പതുക്കെ നടത്തുന്നവനാണ്. ഇന്ന് പകൽ കർത്താവിലേക്കൊന്ന് അടുത്ത് വരാമോ? നമ്മുടെ അകൃത്യങ്ങളാണെങ്കിൽ ഒന്നേറ്റു പറഞ്ഞ്, കർത്താവേ, 103 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഹല്ലേലൂയ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ അകൃത്യങ്ങളൊക്കെ മോചിക്കുന്ന പകലേറ്റു പറ, കർത്താവേ, ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, അവിശ്വാസം ജീവിതത്തിൽ വന്നു, സംശയങ്ങൾ വന്നു, അങ്ങേ ഞങ്ങൾ സംശയിച്ചു, ക്ഷമിക്കണമേ, അങ്ങയുടെ കരമൊന്ന് ചലിപ്പിക്കണമേ, അങ്ങയുടെ ചെവി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവശക്തി വ്യാപരിക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ചെവി മന്ദമായി പോയിട്ടില്ല, കുറുകി പോകാത്ത കരം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നതിനാൽ, സൗഖ്യമാക്കാൻ അങ്ങയുടെ പരിശുദ്ധൻ്റെ കരം നീട്ടുന്നതിനാൽ, വിടുവിക്കാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനാൽ, ഉയർന്നിരിക്കുന്ന അങ്ങയുടെ കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിലവിളി തിരുസന്നിധിയിലെത്തിയിരിക്കാൻ സ്തോത്രം, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരം കുറുതി പോകാത്ത കരമാണ്. മന്ദമാകാത്ത ചെവി ഉള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. മറുപടി നൽകുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, നമ്മളെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.